ശ്രീലക്ഷ്മി അർപ്പലിന് ശേഷം അടുത്തൊരാൾ വന്നിട്ടുണ്ട്. അതായത് ചേച്ചി അഭിലാഷുമായിട്ട് ഒരു ലിപ് ലോക്ക് ചെയ്തു, വൈറലായി, എയറിലായി, വീട്ടിൽ നിന്ന് പുറത്തായി. അവസാനം എന്നെ വെടിയെന്ന് വിളിക്കുന്ന ആളുകൾക്ക് ഞാൻ എട്ടിന്റെ പണിയും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ആ ഒരു രസകരമായ ആ ഒരു വീഡിയോ കാണിച്ചു തരാൻ കേട്ടോ. സുവർണ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ ഒരു മുട്ടലൊക്കെ രണ്ടാമതങ്ങ് കേറി മുട്ടാണ്. എന്റെ പൊന്ന അഭിലാഷേട്ടാ, നിങ്ങൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവരുടെ അനുവാദം ചോദിച്ചില്ല അത്ര, അങ്ങ് കേറിയാണ് കൊടുത്ത്. പിന്നെ കുറെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്ന് ചേട്ടന്മാരൊക്കെ ഒന്ന് പുഷ് ചെയ്തപ്പോ വീണ്ടും കുറെ വീഡിയോസ് ഇതേപോലെ ലിപ് ലോക്ക് സാധനങ്ങൾ വന്നു എന്നാ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞ് ഇത് കണ്ടപ്പോ അറപ്പാണ് തോന്നിയത്. നിങ്ങൾക്ക് അതൊക്കെ തന്നെയാണ് തോന്നിയിട്ടുണ്ടാവും അല്ലേ? എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, മനസ്സിൽ ഇങ്ങനെ മോഹം പൂത്തെറിഞ്ഞ് നിൽക്കരുത്. ഇനിയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ചേച്ചിയുടെ ആ ഒരു വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ കാണാം. ആ സമയത്ത് റോഡ് സൈഡിൽ നിന്നിട്ട് വേശ്യപ്പണി ചെയ്യുന്നവർക്ക് എന്നെ ലിപ് ലോക്ക് ചെയ്തപ്പം വെടി എന്നൊരു സംബോധന. ഈ വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആണുങ്ങളുടെ കൂടെ പോയി നമ്മൾ പൈസ മേടിച്ചുകൊണ്ട് വരുന്നതാണ് വെടി. ആണാ? പുതിയ നിർവചനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് ലിപ് ലോക്ക് ചെയ്യുന്ന ആളുകള് വെടി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് ശരീരം വിൽക്കുന്ന ആളുകൾ വെടി. വെറുതെ തമാശക്ക് ഫ്രണ്ട് വിത്ത് ബെനഫിറ്റ് ഒന്നും വെടിയല്ല എന്നാ ചേച്ചി പറയുന്നത്. ചേച്ചി പറഞ്ഞാട്ടെ, ബാക്കി കേൾക്കാൻ ഞങ്ങള്. എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് ബികോമിന് പഠിക്കുന്നത്. ഞാൻ പല മീഡിയകളിലും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂർ കേച്ചേരിയിലാണ്. നല്ല ഹൈ ലെവലിലെ ഫാമിലിയാണ്. അവർക്ക് എന്നെ ജോലിക്ക് വിടുന്നതിലോട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വിട്ടിട്ട് ഞങ്ങളുടെ കുടുംബം പോറ്റേണ്ട അവസ്ഥയൊന്നും ഞങ്ങളുടെ കുടുംബത്തില്ല. പിന്നെ എന്റെ ഇഷ്ടമാണ് ഈ അഭിനയം. അപ്പൊ തിന്നിട്ടല്ലേ കുത്തിയിട്ടാണെന്ന് അർത്ഥം. എവിടെ 21 വയസ്സുള്ള ഒരു മകനുണ്ട് അത്രേ. എന്റെ പൊന്നു മോനെ ബ്രോ, ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെയുള്ള ഊളത്തരങ്ങളൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വരകാൻ വന്ന ആൾക്കാരെടുത്തിട്ട് റിയാക്ട് ചെയ്യും. മോനൊന്നും വിചാരിക്കല്ലേ, മോനാകെ നാണക്കേടായിട്ടുണ്ടാവും ചിലപ്പോ, ഉറപ്പൊന്നും എനിക്കില്ല. പിന്നെ ചേട്ടായി, എന്റെ പൊന്നു ചേട്ടായി, എന്തായാലും നല്ല സാമ്പത്തികമുള്ള ആളല്ലേ, പിന്നെ എന്തിനാണ് ഇത്, എന്തിനാണ് ഇത് എന്നല്ല, എന്തിനാണ് ഇത്? എന്റെ മോഹങ്ങൾ അണിയും. എന്നാലും എന്റെ അഭിലാഷ് ചേട്ടായി കിട്ടിയ ചാൻസ് അങ്ങ് എടുത്തല്ലേ, മുതലാക്കിയല്ലേ. കൊള്ളാം. പ്രതീക്ഷിച്ചിട്ടാണോ സിനിമകൾ അന്ന് ലിപ് ലോക്ക് ചെയ്തത്? അല്ല, എനിക്ക് വിഷയമല്ല. ജനങ്ങൾ പറയുന്ന ഒരു നെഗറ്റീവും എന്റെ ജീവിതത്തിൽ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ നെഗറ്റീവ് പറയുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ മരുമോളല്ലയോ ഇത് ലിപ് ലോക്ക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടുത്തോ, അത് ചെയ്യണ്ട എന്ന് എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് മൂട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതും ഒരു വിഷയമല്ല. വെരി ഗുഡ്. എനിക്ക് അതും ഒരു വിഷയമല്ല. അത് ശരി, വീട്ടുകാർ മൊത്തം എതിരാണ്. പിന്നെ നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ നാട്ടുകാരും കമന്റ് ചെയ്യില്ല. സോഷ്യൽ മീഡിയ പറഞ്ഞു നിർന്ന വീഡിയോ അല്ലേ, ആളുകൾ കമന്റ് ഇടാതിരിക്കോ? ആളുകൾക്ക് അത്ര അറപ്പ് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഭിലാഷിന് നല്ല പേര് അറിയിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഏകദേശം 7 മാസം മുമ്പ് വന്ന സംഭവമാണ്. പക്ഷെ ഇന്റർവ്യൂ ഒക്കെ വരുന്നത് ഇപ്പോഴാന്നുള്ളതാണ്. വീട്ടുകാർക്ക് പുച്ഛമാണെങ്കിൽ എനിക്ക് അതിലേറെ പുച്ഛമാണടേ. പോവാൻ നോക്കടേ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കൂടെ. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ കാണിച്ച സംഭവം ഉണ്ടല്ലോ, ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കുക. ഇന്നലെ ലിപ് ലോക്ക് ചെയ്തല്ലോ, ആ ലിപ് ലോക്ക് ചെയ്താണോ അല്ലെന്ന് പ്രേക്ഷകർ വിധി എഴുതണല്ലോ. അത് ക്യാമറ ട്രിക്കാന്നുള്ളത് പറഞ്ഞ് മനസ്സിലാവുള്ള സുനിമോളെ നമ്മൾ ചെയ്ത്. അപ്പൊ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. എന്താണ് സുനി ഇത് ഇനി കാണിച്ചു കൊടുക്കണ്ട നിങ്ങള്? അത് വീട്ടുകാർക്ക് കുഴപ്പമുണ്ട്, പക്ഷെ ഇക്കൊരു കുഴപ്പമില്ല. നാട്ടുകാർക്കുള്ളതാണ് കടി എന്നാ പറയുന്നത്. കൊള്ളാം. ഇനി അത് കാണിച്ചു കൊടുക്കാനും കൂടി പോയത്രേ. ചേച്ചി എടുത്ത് വരകണത് കാണാ. ഹസ്ബൻഡ് എന്താ പറയുന്നത്? ഹസ്ബൻഡ് പിന്നെ വഴക്ക് പറയാറുണ്ട്, പോണ്ടെന്ന് പറയും. പക്ഷെ ഞാനൊരു ഫീൽഡിലോട്ട് കാലെടുത്ത് വെച്ചതാണ്. അതൊരു അഭിനയം മാത്രമാണ്. നമ്മള് ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇപ്പം അഭിലാഷ് ഏട്ടന്റെ കൂടെ ഒരു ലിപ് ലോക്ക് കൊടുത്തെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വീട്ടിൽ വരുന്നില്ല. അല്ല പിന്നെ ആർട്ടിസ്റ്റ് അവിടെ നിൽക്കില്ലേ? അഭിലാഷേട്ടൻ ഉമ്മ വെച്ചത് ആർട്ടിസ്റ്റ് ആണ്, ഞാനൊന്നല്ല. ഞാനതുമായിട്ട് ഒരു ബന്ധമില്ല എന്നാ പറയുന്നേ. എന്താണ് ഈശ്വര, നായക്കാട്ടം ചവിട്ടി ഞാനല്ല, എന്റെ നിഴലല്ല, ഞാൻ എന്നെ മറക്കൂല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയ ആൾക്കാരാണ്. കൊള്ള കൂടുതലൊന്നും പറയുന്നില്ല.
എന്നാ തൊട്ടാണോ ഇത് ഒറിജിനാലിറ്റി ആണല്ലോ. ഒറിജിനാലിറ്റി ആണല്ലേ, മറ്റേതപ്പോ ക്യാമറ ട്രിക്ക് ആയിരുന്നല്ലേ. എന്നിലെറിഞ്ഞ് വിളി എന്നിട്ട് ചെന്ന് മാറിയിട്ട് മാറി നിന്നാ പറയുന്നത്. ആദ്യം പോയി പല്ല് തേക്കടേ എന്നാണ് അവര് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. നിർത്തണമെന്ന് പറഞ്ഞിട്ട് ആരാണത്? അതൊക്കെ കമ്പ്യൂട്ടർ ആയിരുന്നു, ഗ്രാഫിക്സ് കൊള്ളാം. നമ്മുടെ അഭിനയത്തിന്റെ ഭാഗമാണത്, ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളത് സെക്സ് പരമായിട്ടല്ല ചെയ്യുന്നത്. അത് പേയ്മെന്റ് കിട്ടിയിട്ടാണോ അത് ചെയ്തിട്ടുള്ളത്? എനിക്ക് അലൻ ജോസ് റീൽസ് എല്ലാം ചെയ്യുമ്പോൾ പേയ്മെന്റ് തരും. 2000 രൂപ വെച്ച് എനിക്ക് അലൻ ജോസ് തരാറുണ്ട്. ഞാൻ ചോദിക്കുന്നത് അഭിലാഷ് ആട്ടയത്തിന്റെ കൂടെ അന്ന് ലിപ് ലോക്ക് ചെയ്തപ്പോൾ പേയ്മെന്റ് അന്ന് ഞാൻ ഫസ്റ്റ് റീലിലോട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് ചെറുതായിട്ട് റീൽസ് ചെയ്യാൻ വന്നേ. അത് ശരി, അപ്പൊ ഓസിലായിരുന്നല്ലേ പരിപാടി. അലൻ ജോസ് 2000 ഉലവ വെച്ച് കൊടുക്കാറുണ്ട് അത്രേ. അലൻ ജോസ് എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് മറ്റുള്ള സോഷ്യൽ മീഡിയാസിന് അവര് വിറ്റിട്ടുണ്ട്, ഓൾറെഡി വിറ്റിട്ടുണ്ടാവും. കുറെ എണ്ണം വന്നിട്ട് നിൽക്കല്ലോ. ഇവ നേരെ വന്ന് ഫ്രീ ആയിട്ട് ഓസിന് കാര്യം സാധിച്ചോ പോയി. എന്നിട്ട് ഒരു വട്ടം വെറുതെ മുഖം മൊത്തം ചുണ്ട് വെച്ച് നിരത്തേറുന്നു എന്നുള്ളതാ അത്രേ. അത് ഞാൻ ഫുള്ള് കേൾപ്പിച്ചു തരാം എന്റെ പൊന്നെ, അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എങ്ങനെയാണ് ആ ലിപ് ലോക്കിലോട്ട് എത്തുന്നത്? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ? ഇല്ല, അഭിലാഷേട്ടൻ പറഞ്ഞു. അഭിലാഷ് ആട്ടയം തന്നോട് പറഞ്ഞിട്ടില്ല. അഭിലാഷേട്ടൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരുന്നു. അപ്പോഴ് സുനിമോളെ നിന്റെ റീൽസ് ഒക്കെ കൊള്ളാം, നമുക്ക് നീ കൊച്ചി വരുമ്പം എന്നെ ഒന്ന് അറിയിക്കും. അങ്ങനെ ഞാൻ കൊച്ചിയിൽ വന്നപ്പോ അറിയിച്ചു, അങ്ങനെ റീൽസ് ചെയ്തു. ലിപ് ലോക്ക് ഉണ്ടെന്നോ ലിപ് ലോക്ക് വൈറലാക്കും അങ്ങനൊന്നും ഒരാഗ്രഹവും ഞങ്ങൾക്കില്ലായിരുന്നു രണ്ടുപേർക്കും. അപ്പൊ വിളിച്ചു വരുത്തിട്ട് 5ന്റെ കായും തരാതെ. ശരിക്കും അഭിലാഷേട്ടൻ കാഞ്ഞ ബുദ്ധിയുള്ള ആളാട്ടോ. വിളിച്ചു വരുത്തിയിട്ട് അത്ര, അതും പൈസ ഇല്ലാതെ. കൊള്ളാം. പിന്നെ പൈസ വാങ്ങി ചെയ്യുന്ന ആളുകളെയാണ് വെടി എന്ന് വിളിക്കുക. അപ്പൊ പിന്നെ അങ്ങനെ വിളിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾക്ക് വേറെ പണിയില്ലടേ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. കാര്യമൊക്കെ ഉണ്ടാ നമുക്ക് അടുത്ത്. എനിക്ക് മോഹൻലാലേട്ടൻ്റെ കൂടെ ഒരു ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വലിയൊരു ആഗ്രഹമുണ്ട്. അതിന്റെയും കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ലാലേട്ടൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്, അവിടെ ചെന്നാ മതി, എന്നിട്ട് കേറിക്കൊട്. ആ വീഡിയോ കണ്ടപ്പോ എന്നെ അറപ്പായിട്ട് ലാലേട്ടനൊക്കെ നാട് വിട്ടുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട്. വൈറലാവണമെങ്കിൽ തരാം, അതിനൊരു മടിയില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ യാതൊരു പ്രശ്നമില്ല, ഹസ്ബൻഡിനും യാതൊരു പ്രശ്നമില്ല. വൈറലാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ഊളത്തരത്തിനും തയ്യാറാണെന്നാണ് ചേച്ചി പറഞ്ഞത്. ലിപ് ലോക്ക് വേണമെങ്കിൽ തരാം, വൈറലായാൽ മാത്രം മതി. ഇതിപ്പോ ഒരു ലിപ് ലോക്ക് തന്നു വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ക്യാരക്ടറാണ് തരുന്നത്, വീട്ടിലേക്ക് പോകുന്നത് ക്യാരക്ടറല്ല. ക്യാരക്ടർ ആ ലിപ് ലോക്ക് ചെയ്ത സ്ഥലത്തും ആ ഒരു ഭാഗത്ത് ചുറ്റിപ്പറ്റിങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. നല്ലൊരു സംഭവമാണ് കേട്ടോ. പുതിയൊരു അറിവ് തന്നതിന് ചേച്ചി നന്ദിയുണ്ട്. ഇനി നാളെ ഏതെങ്കിലും കള്ളന്മാര് കക്കാൻ പോയി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പറയും, സാറേ ഇത് ഒറിജിനൽ ഞാനല്ല, ഒറിജിനൽ ഞാൻ വീട്ടിൽ തന്നെ, ഇത് കള്ളൻ, ഇത് ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ മതിയാ. കൊള്ളാം ചേച്ചി, കൊള്ളാം. ഹസ്ബൻഡ് എന്താ പറയുന്നത്? ഹസ്ബൻഡും എന്നെ വഴക്ക് പറയാറുണ്ട്, പോണ്ടെന്ന് പറയും. ഹസ്ബൻഡ് എന്താ പറയുന്നത്? ഹസ്ബൻഡും എന്നെ വഴക്ക് പറയാറുണ്ട്, പോണ്ടെന്ന് പറയും. കേട്ടില്ലേ? ഹസ്ബൻഡും എന്നെ വഴക്ക് പറയാറുണ്ട്, ഇമാതിരി ഊളത്തരത്തിന് പോവരുതേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്ന പറയുന്നത്. അതൊന്നും അവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ച ബാക്കിയും കൂടി കേൾപ്പിച്ചുതരാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ നമുക്കറിയത്തില്ലല്ലോ. എന്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് ഇടയ്ക്ക് ഓരോ തോന്നിയാസം പറയും, ഭർത്താവിന്റെ വീട്ടുകാർ ഓരോന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് ചോദിക്കുന്നത് തോന്നും. കാരണം എന്താ തന്നെ ഇത് കണ്ടിട്ട് ഛർദി പിടിച്ചിട്ട് കുറെ ആൾക്കാർ ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടിയിരുന്നു. ആരുടെ കൂടെ ലിപ് ലോക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇത്രയും നാളെ ലിപ് ലോക്ക് കൊടുത്തത് എത്ര? ഒരു 100 എണ്ണം കൊടുത്തു കാണും? ഇല്ല, ഞാൻ ഒറ്റ ലിപ് ലോക്കേ ഉള്ളൂ. ഒറ്റ ലിപ് ലോക്കേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ചേച്ചി. അതിൽ തന്നെ വൈറലായി. പക്ഷെ അതിന്റെ ഒരു മാസ്മരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഏതൊക്കെ രീതിയിലാണ് അത് വന്നതെന്ന് കേട്ടോക്കി. ഒരൊറ്റ ഒറ്റ എടുത്തോളൂ. അല്ല, നമ്മുടെ റീലിന്റെ ഷൂട്ട് നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ്, അഭിനയത്തിന്റെ കൂട്ടത്തിൽ തന്നെ ലിപ് ലോക്ക് പോയത്. പിന്നെ ഒരുപാട് ചാനലുകാർ വന്ന് ലിപ് ലോക്ക് ഒന്നുകൂടി എടുത്ത് മൊത്തത്തിൽ കിസിംഗ് ആയിരുന്നു. കൊച്ചു കള്ളൻ ഫ്രീ ആയിട്ട് ഫുള്ള് മൊത്തത്തിൽ കിസിംഗ് ആയിരുന്നു പറയുന്നത്. ചേച്ചി പറഞ്ഞു ഒരൊറ്റ വട്ടം എടുത്തിട്ടുള്ളൂ. പക്ഷെ കുറെ ആൾക്കാർ ക്യാമറ ആയിട്ട് വന്നിട്ട് അത്ര ഇടുക്കി എന്ന് പറഞ്ഞു. അപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരെണ്ണെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ചേച്ചി. അഭിലാഷേട്ടൻ പിന്നെ നിരത്തി കൊടുക്കായിരുന്നു. ലിപ് ലോക്ക് ഒറിജിനൽ ചുണ്ടും ഇങ്ങനെ അടുപ്പിച്ചിട്ട് അഭിലാഷായിട്ടായ ഒരു ട്രിക്ക് വേലയും കൂടെ കാണിച്ചു. മറ്റേ ഇങ്ങനെ കണ്ടാക്കി. അഭിലാഷേട്ടൻ ഒരു ട്രിക്ക് വേലയും കൂടി കാണിച്ചത്രേ. എങ്ങനെ മറ്റേ സാധനം കാണിച്ചെന്ന് പറയുന്നത്. അഭിലാഷേട്ടൻ ട്രിക്ക് അല്ല കാണിച്ചത്. അഭിലാഷേട്ടൻ പരമാവധി അവിടെ മുതലെടുപ്പ് നടത്തിയതാണ് ചേച്ചിക്ക് മനസ്സിലായില്ല.
ഈ ലിപ് ലോക്ക് നാക്ക് ഇങ്ങനെ കണ്ടാക്കി ഇങ്ങനെ അത് ലിപ് ലോക്കായി മാറി. പിന്നെ കടിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ ചുണ്ടിൽ കടിച്ചിട്ടൊന്നുമില്ല. കടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് 4 ടീറ്റ് എടുക്കായിരുന്നു. ഒരു 18 വേണമെന്നാണ് കണക്ക്. കടിക്കാൻ എന്തായാലും ഭാഗ്യമായിട്ട് കൂട്ടിക്കോ. ഇങ്ങനെ ഉമ്മ പോലെ അങ്ങനെ വെച്ച് ഈ ലിപ് ലോക്ക് ഒക്കെ ചെയ്തതിനു ശേഷം വീഡിയോ വൈറലായതിനു ശേഷം ഇങ്ങോട്ട് വന്നപ്പോ ഹസ്ബൻഡ് എന്താണ് പറഞ്ഞത്? നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ഒരിക്കലും ഇല്ല. ഹസ്ബൻഡ് ഒരിക്കലും അങ്ങനൊന്നും പറയാറില്ല. ഹസ്ബൻഡ് പാവാണ്. പക്ഷെ ഇപ്പൊ ഹസ്ബൻഡ് എന്താ പറഞ്ഞിട്ടുണ്ട്? ഹസ്ബൻഡ് എന്താ പറയുന്നത്? ഹസ്ബൻഡ് പിന്നെ വഴക്ക് പറയാറുണ്ട്, പോണ്ടെന്ന് പറയും. ഹസ്ബൻഡ് എന്താ പറയുന്നത്? ഹസ്ബൻഡ് പിന്നെ വഴക്ക് പറയാറുണ്ട്, പോണ്ടെന്ന് പറയും. പക്ഷെ ഇതൊന്നും ഞാൻ കേൾക്കാറില്ല. വലിയ പൈസക്കാരാണ്, അതുകൊണ്ട് പണിക്കൊന്നും പോണ്ട കാര്യമില്ല. വെറുതെ അങ്ങനെ ഇരുന്ന് കൊടുത്താൽ തിന്നാൻ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ തിന്നണ എല്ലി കുത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരൊന്ന് കാണിച്ചു കൂട്ടാതിരിക്കാനും കഴിയില്ല. അതാണ് ചേച്ചി പറയുന്നത്. പുള്ളിക്കും അപ്പോഴ് എന്തോ മനസ്സിൽ തോന്നിയൊരു സംഭവമാണ് ചെയ്തത്, ആ അഭിനയത്തിന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോ ഒരാള് പുള്ളിയുടെ മനസ്സിലും ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ അത് പ്ലാൻഡ് അല്ല, അറിയാണ്ട് വന്ന സംഭവം. പുള്ളി പ്ലാൻ ആണോന്ന് എനിക്കറിയത്തില്ല, എന്റെ കൂടെ പറഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളി പ്ലാൻ ഒന്നല്ല, വെറുതെ ഇത് പെട്ടെന്ന് വന്നു പോയതാണ്. പിന്നെ പൈസ കൊടുത്തിട്ടൊന്നല്ലല്ലോ, ഫ്രീ ആയിട്ടല്ലേ. പിന്നെ വീണ് കിട്ടിയ ഒരു അവസരമല്ലേ, വെറുതെ ചുമ്മാ തോന്നിയ. എന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. സാധാരണ നിലയ്ക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് അഭിപ്രായം ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താൽ മോന്തക്ക് അടി അടിക്കുക ചെയ്യാന്നുള്ളതാ. എന്തെങ്കിലും ക്ലിപ്പ് ഒന്നുകൂടി കണ്ടാട്ടെ. ഇതൊക്കെ ഇപ്പൊ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. നല്ല സുഹൃത്തുക്കളാകുമ്പോ ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും കൊള്ളാം എന്റെ പൊന്ന് അഭിലാഷേട്ടാ. ഇമ്മാതിരി ഊളത്തരം കാണിച്ചിട്ട് അറപ്പുളവാക്കുന്ന കുറെ സംഭവം കാണിച്ചു കൂട്ടിയിട്ട് അവസാനം ചേച്ചി എന്നെ രംഗത്ത് വരികയാണ്. വൈറലാവാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ എന്ത് ചെയ്യാനാ, അവസാനം എയറിലായി. പിന്നെ ആരും വിളിക്കാതെയായി. ആ മണവണാഞ്ഞ് തന്നെ അട്ടം നോക്കി അടക്കം അങ്ങോട്ടും കൊണ്ടും. കയ്യിൽ പൈസ ഇല്ല, ഏതോ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് തല്ലും കിട്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ, കുടുംബം കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്കെങ്കിലും പോകും. ഇതിപ്പോ ഫുൾ ടൈം ഇതും പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണേ. അപ്പൊ പൈസ വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവര് വെടികള്, പൈസ വാങ്ങാതെ ചെയ്യുന്ന ആളുകള് വടികൾ. എന്തായാലും കൊള്ളാം. വീണ്ടും വരെ പുതിയ തമാശകളോ വളഞ്ഞ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് സന്ദീപ് സൈനിങ് ഓഫ്.